ഹായ് ഡിയേഴ്സ്, അങ്ങനെ നമ്മളൊന്ന് വീട് വരെ പോവുകയാണേ. നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അങ്ങനെ നമ്മൾ വീടെത്തി കേട്ടോ. മമ്മി തൊട്ട് മുൻപേ വിളിച്ചപ്പോൾ പോലും നമ്മൾ വരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നേ. അപ്പോൾ നമ്മൾ വരുന്ന കാര്യം അവർക്ക് അറിയത്തില്ലേ. അങ്ങനെ മക്കൾ ഇന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്. രണ്ടുപേരും മാറി മാറി അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മമ്മി പുറത്തിറങ്ങി വന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ട സന്തോഷമാണ്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ടേ. സ്വന്തം വീട്ടിൽ വരുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമല്ലേ. വന്ന പാടെ ഡൂഡ് ക്ഷീണിതനായിട്ട് ഇരിക്കുമോ കേട്ടോ. ഇത്ര യാത്ര ചെയ്ത് വന്നതല്ലേ. അത് കഴിഞ്ഞ പാടെ പിന്നെ പുള്ളി ആക്റ്റീവായി കേട്ടോ. കളിയായി. പിന്നെ അവിടെ കിടന്നൊരു ബലൂണ് കിട്ടി. പിന്നെ ആശാൻ അതിൻ്റെ പുറകെയായി കേട്ടോ. പിന്നെ ഇത് നാത്തൂൻ്റെ ആങ്ങളയുടെ ഫോട്ടോയാണേ. ഇത് പിന്നെ നമ്മുടെ കല്യാണ ഫോട്ടോ. ഇത് ആങ്ങളയുടെ മോളാണേ. ഞാൻ ഫോട്ടോയെ എടുക്കുന്നതെന്ന് ഓർത്താണ് ചേട്ടായുടെ മസിൽ പിടിച്ചുള്ള ഇരിപ്പ് കേട്ടോ. പിന്നെ അന്നേരത്തേക്കും പപ്പ വന്നു. പിന്നെ ഡൂഡ് പപ്പയുടെ കയ്യിലായിരുന്നു കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ കണ്ണാടി കണ്ടു കേട്ടോ. പിന്നെ പെണ്ണുങ്ങൾ കണ്ണാടി കണ്ടാൽ വിടൂലല്ലോ. അവിടെ നിന്ന് കുറച്ചങ്ങ് ഷോ ഓഫ് ആക്കി കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഒരു ചോക്ലേറ്റ് കിട്ടിയത്. അപ്പം മക്കളെ കാണാതെ അത് അകത്താക്കണമല്ലോ. അങ്ങനെ പുറകെ വന്നിരുന്ന് മക്കളെ കാണാതെ ചോക്ലേറ്റ് അകത്താക്കുന്ന രംഗമാണേ. അപ്പോഴത്തേക്കും മക്കൾക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ നൂഡിൽസ് ആക്കി കൊടുത്തു കേട്ടോ. പിന്നെ അവർ രണ്ടുപേരും അതൊക്കെ കഴിച്ചു. അന്നേരത്തേക്കും ഡൂഡ് ഉറങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആശാൻ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കേട്ടോ. പിന്നെ മമ്മിയുടെ കളിയാണ്. പിന്നെ മമ്മി മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി നെയ്യാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പുട്ടുപൊടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോന്നു കേട്ടോ. വരുന്ന വഴിക്ക് നമ്മളൊന്ന് സെൻറ്റ് ജൂഡ് പള്ളി കയറിയിട്ടുണ്ടേ. ഇത് ശരിക്കും നമുക്ക് പഴയ കാലത്തിലോട്ടുള്ളൊരു തിരിച്ചുപോക്കാണ്. കാരണം പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്ഥിരം എല്ലാ വ്യാഴാഴ്ചകളിലൂടെ വരാറുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിങ്ങനെ നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പരാതിയും പരിഭവവും കൂടാതെ നമ്മളെ ആരോ കേൾക്കാനുണ്ടെന്നുള്ള ഒരു സന്തോഷമാണ് മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ അകത്തൊക്കെ കയറി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പോന്നു കേട്ടോ. വരുന്ന വഴിക്ക് ബാർബി കയറി ഭക്ഷണവും മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു.